സാറേ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹം ലോക്സഭയിലടക്കം പല കാര്യങ്ങളും പറയുമ്പോൾ പ്രതിപക്ഷത്തുള്ളവർ എന്ത് ചെയ്യണമെന്നറിയാതെ അത് സപ്പോർട്ട് ചെയ്യണോ എതിർക്കണോ എന്നറിയത്തില്ല. ഭരണപക്ഷത്തുള്ളവർ പൊട്ടിച്ചിരിക്കുന്നു. മൊത്തത്തിൽ രാഹുൽ ഗാന്ധി ഒരു പരിഹാസ്യ പാത്രമായി മാറി. ഞാൻ അതിനെ അങ്ങനെയല്ല കാണുന്നത്. രാഹുൽ ഗാന്ധിയുടെ സ്വഭാവത്തിനും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിനും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെയും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തെയും ഏറെ സ്വാധീനിച്ചിട്ടുള്ളത് ഇറ്റാലിയൻ മാഫിയയുടെ സ്വഭാവവും അതിൻ്റെ പ്രവർത്തന രീതികളുമാണ് എന്നതാണ് സൂക്ഷ്മ നിരീക്ഷണത്തിൽ കാണാൻ കഴിയുന്ന കാര്യം. അമ്മ സോണിയാഗാന്ധിയുടെ വഴി അല്ല, അതുകൊണ്ട് മാത്രമല്ല ഞാനിത് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മാഫിയ എന്ന് പറയുന്ന 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇറ്റലിയിലെ സിസിലി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് രൂപപ്പെട്ട ഒന്നാണ്. അത് രൂപപ്പെടാനുള്ളൊരു കാരണമുണ്ട്. അന്ന് അതൊരു ഫ്യൂഡൽ സൊസൈറ്റി ആയിരുന്നു. അപ്പോൾ ഭൂപ്രഭുക്കന്മാരുണ്ട്, അവരുടെ കൃഷിഭൂമികളുണ്ട്. ഭൂപ്രഭുക്കന്മാരുടെ കൃഷിഭൂമിയും കാർഷികോൽപ്പന്നങ്ങളും സമ്പത്തും സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്വകാര്യമായ സേനകളും ഗുണ്ടകളുമാണ് മാഫിയായിട്ട് മാറുന്നത്. അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് സൈന്യത്തെ കൊടുക്കും, ഗുണ്ടകളെ കൊടുക്കും. ആ സൈന്യം എന്ന് പറഞ്ഞാൽ ഗുണ്ടകൾ. ആ ഗുണ്ടകൾ ഇത് സംരക്ഷിച്ചുകൊണ്ടിരിക്കും, അതിന് പൈസ വാങ്ങിക്കും. അതായിരുന്നു അതിൻ്റെ രീതി. പക്ഷേ ഇത് വളരെ ശക്തമായിട്ട് അവിടെ വന്നു. ഇതിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ച ഒരാൾ മുസോളിനിയാണ്. മുസോളിനി അദ്ദേഹത്തിൻ്റെ ഒരു ഈ പ്രിനാദെ ഗച്ചി എന്ന് പറയുന്ന സിസിലിയിലെ ഒരു പ്രദേശത്ത് മുസോളിനി സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. ആ സന്ദർശിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടുത്തെ മേയർ എന്ന് പറയുന്നത് 1924 നടക്കണം. മേയർ എന്ന് പറയുന്നത് ഫ്രാൻസിസ്കോ കച്ചിയ എന്ന് പറയുന്ന, കുച്ചിയോ ആകാം എന്ന് പറയുന്ന കക്ഷിയാണ്. ഇദ്ദേഹം ഒരു മാഫിയ തലവനാണ്. അപ്പോൾ ഇദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ മുസോളിനിയുടെ സെക്യൂരിറ്റി സ്റ്റാഫുമായിട്ടാണ് അവിടെ ചെന്നിറങ്ങിയത്. അത് ഇദ്ദേഹത്തിന് ഇഷ്ടമായില്ല. ഇഷ്ടമായി കഴിഞ്ഞപ്പോഴേക്കും ഇവർ തമ്മിൽ ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. മുസോളിനി 25-ൽ ഇവരെ അമർച്ച ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് അവർ അമർച്ച ചെയ്തു എങ്കിലും നശിക്കപ്പെട്ടിരുന്നില്ല. ഇനി ഈ മാഫിയയുടെ ബേസിക് യൂണിറ്റ് നമ്മൾ ഇത് ബൂത്ത് കമ്മിറ്റി എന്നും ബ്രാഞ്ച് കമ്മിറ്റി എന്നൊക്കെ പറയില്ല. അതുപോലുള്ള സാധനത്തിൻ്റെ പേര് ഫാമിലി എന്നാണ്. അതിൻ്റെ പേര്. 2 കാര്യങ്ങളാണ് അതിൽ അംഗങ്ങളാകുന്നവർക്ക് വേണ്ടത്. ഒന്ന് ലോയൽറ്റിയും, 2 ഒബീഡിയൻസും. ലോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുടുംബത്തോട് സമ്പൂർണമായ വിധേയത്വവും വിനയപൂർവ്വമുള്ള അനുസരണശീലവും. ഇത് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ ശിക്ഷയുണ്ട്, കൊന്നുകളയും, വേറൊന്നും ചെയ്യില്ല. ഇനി ഇവർ സിസ്റ്റമാറ്റിക്കായിട്ട് നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും, സിസ്റ്റമാറ്റിക്കായിട്ട്. എന്ന് മാത്രവുമല്ല, ഇവർക്ക് ശത്രുത തോന്നിക്കഴിഞ്ഞാൽ ഏത് മാർഗത്തിലൂടെയും അയാളെ വകവരുത്തും. നിയമവാഴ്ചയിൽ ഇവർക്ക് തെല്ലും വിശ്വാസമില്ല. അവർക്ക് വേണ്ട നിയമം അവരുണ്ടാക്കിയിട്ട് ആ ഫാമിലി അവതരിപ്പിച്ച് അതിൽ ലോയൽറ്റിയും ഒബീഡിയൻസും ഉള്ളവരെ കൊണ്ട്, അത് കൂറും അനുസരണശീലവും ഉള്ളവരെ കൊണ്ട് നടപ്പിലാക്കുന്ന രീതിയാണുള്ളത്. ഇനി നമുക്ക് നേരെ രാഹുൽ ഗാന്ധിയിലേക്ക് വരാം. രാഹുൽ ഗാന്ധിയും ഫാമിലി ലോയൽറ്റിയാണ് ആഗ്രഹിക്കുന്നത്. തെളിവെന്താണ്? സോണിയാഗാന്ധിക്കും കുടുംബത്തിനും തന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ തൻ്റെ രാഷ്ട്രീയമില്ലാതെയായി തീർന്നു എന്ന് പറഞ്ഞത് മണിശങ്കർ അയ്യറാണ്. മാവറക് പൊളിറ്റീഷ്യൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചതായിട്ട് എക്സേർട്സ് പബ്ലിഷ് ചെയ്തപ്പോൾ വായിച്ചു. അപ്പോൾ ഇത് മാഫിയയുടെ രീതിയാണ്. കുടുംബത്തോടുള്ള കൂറും വിശ്വാസ്യതയും തകർത്ത് കഴിഞ്ഞാൽ അവനെ തകർത്ത് തരിപ്പണമാക്കി കളയും. ഇന്ത്യയിലായതുകൊണ്ടാണ് മണിശങ്കർ അയ്യർ കൊല്ലപ്പെടാത്തത്. അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെടും. കാരണം മാഫിയയുടെ കൾച്ചർ അതാണ്. രണ്ടാമത്തെ കാര്യം,
നുണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ഓരോ നുണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു നുണ പറഞ്ഞിട്ട് അതിനകത്ത് ആവർത്തിച്ചതിന് ശേഷം അടുത്ത നുണയിലേക്ക് പോവുകയാണ്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും പരിശോധിച്ച് നിജസ്ഥിതി അറിയാൻ കഴിയാത്ത കാര്യങ്ങളെ പ്രചരിപ്പിക്കൂ. രാഹുൽ ഗാന്ധിയും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം നിലക്കാണ് രാഹുൽ ഗാന്ധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് നിയമം നടപ്പിലാക്കുന്നത്. നിയമവാഴ്ചയിൽ വിശ്വാസമില്ല. അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തിയ സമയത്ത് എല്ലാ റോഡ് നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടായിരുന്നു യാത്ര. തനിക്ക് ഈ രാജ്യത്ത് നിലവിലുള്ള റോഡ് നിയമങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു കാര്യവും തനിക്ക് ബാധകമല്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹം പെരുമാറുന്നത്. ഇത് മാഫിയയുടെ രീതിയാണ്. റൂൾ ഓഫ് ലോയിൽ അവർക്ക് വിശ്വാസമില്ല. രാഹുൽ ഗാന്ധിക്കും ഒട്ടും വിശ്വാസമില്ല. അദ്ദേഹത്തിൻ്റെ നിയമം പറയാണ്. ഇനി റൂൾ ഓഫ് ലോയിൽ വിശ്വസിക്കുന്ന ഒരാൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പരമോന്നത പദവികൾ ആദരിക്കും. വ്യക്തികളെയല്ല, പദവികൾ ആദരിക്കും. അദ്ദേഹം അത് ആദരിക്കാത്തതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വിശ്വസ്തനും അനുസരണശീലം ഉണ്ടായിരുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു, ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹം അവതരിപ്പിച്ചൊരു ബില്ല് പരസ്യമായി കീറിയെറിയാണ്. അത് അദ്ദേഹം അവമാനിച്ചത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെയാണ്. ആ പ്രധാനമന്ത്രി ആ കുടുംബത്തിൻ്റെ അടിമയാണ് എന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷേ ഈ രാജ്യത്തുള്ള 130 കോടി ജനങ്ങളും ആ കുടുംബത്തിൻ്റെ അടിമകളല്ല. പക്ഷേ 130 കോടി ജനങ്ങളും അല്ലെങ്കിൽ 140 കോടി ജനങ്ങളും ആ കുടുംബത്തിൻ്റെ അടിമകളായിരിക്കണം എന്നാണ് രാഹുൽ ഗാന്ധി എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങളിൽ അല്പം പോലും വിശ്വാസമില്ലാതെ അതിനെയും കാറ്റിൽ പറത്തുകയാണ്. ഇത് മാഫിയയുടെ സ്വഭാവമാണ്. മാഫിയ എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ സ്വേച്ഛാധിപതിയാകാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരു മാഫിയ എന്ന് പറഞ്ഞാൽ വയലൻസ് മാത്രമാണ് നടപ്പിലാക്കുക. ഈ വയലൻസ് എന്ന് പറഞ്ഞാൽ ആളെ കൊല്ലൽ മാത്രമല്ല, നിയമവാഴ്ചയെ വെല്ലുവിളിക്കുകയും ആ നിയമവാഴ്ച അനുസരിക്കാതിരിക്കുന്നതും ചെയ്യുന്നതും വയലൻസാണ്. സ്ഥിരമായി സിവിൽ ക്രിമിനൽ നിയമങ്ങൾ ലംഘിക്കുക, സ്ഥിരമായിട്ട് വ്യക്തികളെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുക, സ്ഥിരമായിട്ട് അതിവിടെ മാത്രമല്ല, ക്ഷേത്ര ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അദ്ദേഹം അവഹേളിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ കോട്ടിന് പുറത്ത് പൂണൂലിടില്ല, ഇല്ല, അത് തെറ്റാണത്. കോട്ടിന് പുറത്ത് പൂണൂലിട്ടിട്ട് ഞാൻ ബ്രാഹ്മണനാണെന്ന് ഇദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. കണ്ടിരിക്കും അത്. അതെ, ഒരു വലിയ സംസ്കാരത്തെയും അത് പിന്തുടരുന്ന ജനങ്ങളെയും അല്ല അധിക്ഷേപിച്ചത്. അറിയാത്തതുകൊണ്ടായിരിക്കില്ലേ ഇങ്ങനെയാണെന്നുള്ളത്? അല്ല, അറിയാൻ താല്പര്യവുമില്ല. താൻ ചെയ്യുന്നത് എന്തും നിയമമാണെന്ന് ധരിക്കുന്നത്. ഇത് മാഫിയയുടെ രീതിയാണ്. ഇറ്റാലിയൻ മാഫിയ അങ്ങനെയാണ്. അവർ ചെയ്യുന്നത് എന്തും നീതിയും നിയമവുമാണ് എന്നാണ് അവരുടെ വിശ്വാസം അഥവാ അവരുടെ പ്രചാരം. അത് തന്നെയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മാഫിയ ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മാഫിയ സംഘം വളരെയാണ് ചെയ്തത്. ഫ്യൂഡലിസത്തിൽ നിന്നും ക്യാപിറ്റലിസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും മാഫിയയുടെ പ്രവർത്തനം നഗരങ്ങളിലേക്ക് വ്യാപിച്ചു. നഗരങ്ങളിലേക്ക് വ്യാപിച്ചിട്ട് ആ നഗരങ്ങളിലെല്ലാം തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഇവർക്ക് കരം കൊടുത്താലേ അവിടെ ഇപ്പോഴും പ്രവർത്തിക്കാൻ കഴിയും. ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഇവർക്ക് കരം കൊടുത്തിരിക്കണം, അവർക്ക് പൈസ കിട്ടിയിരിക്കണം. മാഫിയകളെ സ്വാധീനിച്ചുകൊണ്ടും അവരെ സംരക്ഷിച്ചുകൊണ്ടുമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഗോഡ് ഫാദർ കണ്ടിരിക്കും സിനിമ. അതതിൻ്റെ ഒരംശം മാത്രമാണ്. അതിനേക്കാളൊക്കെ ഒരുപാട് തരത്തിലാണ് മാഫിയയുടെ പ്രവർത്തനം ഇറ്റലിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വയലൻസ് ആയിരിക്കും ഇവരുടെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ്. ഇറ്റ്സ് എ ക്രിമിനൽ സൊസൈറ്റി ആൻഡ് they believe in violence industry.
അത് തന്നെയാണ് ഇദ്ദേഹവും ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഇവിടെ ആളുകളെ കൊല്ലാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഏറ്റവും അവസാനമായിട്ട് പാർലമെൻറ്റിൻ്റെ ഒരു സമ്പ്രദായത്തിൽ നടപടിക്രമമുണ്ട്. സംസ്ഥാനത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റ് വളയുന്നു എന്ന് പറയുന്നു, ഒരു ഗേറ്റ് വളയില്ല, അറിയാമല്ലോ. കൻ്റോൺമെൻറ്റ് ഗേറ്റ് നമ്മളൊന്നും ചെയ്യില്ല. അതിൽ ആളുകൾ വരികയും പോവുകയും ചെയ്യും. അത് ബ്ലോക്ക് ചെയ്തില്ലെങ്കിലും സെക്രട്ടേറിയറ്റ് വളഞ്ഞതായി എല്ലാവരും പരിഗണിക്കുക, അംഗീകരിക്കുകയും ചെയ്യും. അതെ, ഇത് ജനാധിപത്യ സംവിധാനത്തിൽ ഇങ്ങനെ ഉള്ളതാണ്. പാർലമെൻറ്റിലുണ്ടായ രീതി, പ്രതിപക്ഷം ഒരു ഗേറ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണപക്ഷത്തുള്ളവർ മറ്റൊരു ഗേറ്റിലൂടെ അകത്തേക്ക് കയറും. കാരണം അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പോവില്ല. ഇപ്പോൾ ഏറ്റവും അടുത്ത് അദ്ദേഹം ചെയ്തത് എന്താണ്? MP-മാരെ തടയാനായിട്ട് നിൽക്കുന്നു പറഞ്ഞപ്പോൾ അതുവഴി അങ്ങോട്ട് പോയിട്ട് ആ MP തല്ലിത്തറയിലിട്ട് അയാളുടെ തല പൊട്ടിച്ചു. അതെ, സാരംഗി എന്ന് പറയുന്ന MP. അതിൽ അദ്ദേഹത്തിന് ഒരു കുറ്റബോധവുമില്ല. വയലൻസ് ഉപയോഗിക്കുന്ന ഒരാൾക്കും അതിൽ കുറ്റബോധം ഉണ്ടാവില്ല. പ്രായശ്ചിത്തവും പശ്ചാത്തലവുമില്ല. അതുകൊണ്ട് ഒരിക്കലും അങ്ങേര് തനിക്ക് തെറ്റ് പറ്റിയെന്ന് ഇത്രയും ഒക്കെ ചെയ്തിട്ട് തനിക്ക് തെറ്റ് പറ്റി എന്ന് പറയുന്നുണ്ടോ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല, പറയില്ല. അത് മാഫിയയുടെ രീതിയാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദം എന്ന് പറയുന്നത് എൻ്റെ അപ്പൂപ്പനും അമ്മയും അച്ഛനും ഒക്കെ അമ്മൂമ്മയൊക്കെ കൈകാര്യം ചെയ്തത്. അത് എൻ്റെ കുടുംബസ്വത്താണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതാണ് ഫാമിലി എന്ന് ഞാൻ പറഞ്ഞത്. അതാണ് ഫാമിലി എന്ന് പറഞ്ഞത്. ആ ഫാമിലിയിലാണ് അതാണ് ഇറ്റാലിയൻ മാഫിയയുടെ അടിസ്ഥാന തത്വം. ഈ കുടുംബമാണ്. ആ കുടുംബാധിപത്യത്തിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതെന്താ രാജവാഴ്ചയാണോ? രാജവാഴ്ചയല്ല, മാഫിയ വാഴ്ചയാണ്. അത് ഏറ്റവും ഇത് ഒരാൾ പറയുന്ന മണിശങ്കർ അയ്യരെ പോലെയുള്ള, എനിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോടും സമ്പൂർണ്ണമായി വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹം ഒരു പ്രോ പാകിസ്ഥാനിയാണ്. പാകിസ്ഥാന് വേണ്ടി പരസ്യമായിട്ട് വാദിക്കുകയും ഇന്ത്യക്കെതിരെ നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അയാൾ IFS-ലായിരുന്നു, ഫോറിൻ സർവീസിലായിരുന്നു. ആ ഫോറിൻ സർവീസ് രാജിവെച്ചിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നത്. ആ രാഷ്ട്രീയത്തിൽ വന്ന ആ ഒരാളുടെ രാഷ്ട്രീയ പ്രവർത്തനം തങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന ഒറ്റ കാര്യം കൊണ്ട് എന്താ അനിഷ്ടം വരാൻ കാരണമെന്നറിയാമോ? 8 പ്രാവശ്യം ഹാർട്ട് സർജറി കഴിഞ്ഞിരിക്കുന്ന മൻമോഹൻ സിംഗ്, അദ്ദേഹത്തിന് പണിയെടുക്കാൻ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. രാജ്യം അലങ്കോലപ്പെടുന്നു. ആ സമയത്ത് പ്രണബ് കുമാർ മുഖർജിയെ പ്രധാനമന്ത്രിയും ഇദ്ദേഹത്തെ രാഷ്ട്രപതിയും ആക്കി നിർത്തണം എന്നൊരു പ്രപ്പോസൽ കൊടുത്തു എന്ന ഒറ്റ കാര്യം കൊണ്ടാണ്. മണിശങ്കർ അങ്ങനെ ഒരു പ്രപ്പോസൽ കൊടുത്തു. അതാണ് അയാളുടെ അനിഷ്ടം ഉണ്ടാകാൻ കാരണം. എന്താ കാര്യമെന്നറിയാമോ? പ്രണബ് കുമാർ മുഖർജി വന്നു കഴിഞ്ഞാൽ സോണിയ കുടുംബത്തിന് പണം പിരിക്കാൻ കഴിയില്ല. അവരുടെ പാവയാകില്ല. അവർ പറയുന്നതായിരുന്നു നിയമം. അവർ പറഞ്ഞ കാര്യങ്ങൾ അത് നടത്തില്ല. തങ്ങളുടെ കുടുംബ താല്പര്യത്തിന് ഒരാൾ എതിര് നിന്നു എന്ന് വന്നപ്പോൾ അയാൾക്ക് രാഷ്ട്രീയമായ വധശിക്ഷ വിധിക്കുന്നു. ഇത് മാഫിയ സംസ്കാരമാണ്. ആ മാഫിയ സംസ്കാരമാണ് ദൗർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധിയെ സ്വാധീനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരിക്കലും ജനാധിപത്യവാദിയാകാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ രാഹുൽ ഗാന്ധി എല്ലാ കാലവും ഈ രീതി പിന്തുടരും. ഈ ഇറ്റാലിയൻ മാഫിയ സംഘത്തിൻ്റെ ഒരു രീതിയിൽ പ്രവർത്തിച്ചു പോകും. പക്ഷേ അത് എത്ര കാലം? അദ്ദേഹം ജയിലിലാവുന്നത് വരെ. ഈസിയാണോ അത്? ഈസിയാണോ? നിയമവാഴ്ച ഉണ്ടെങ്കിൽ അതൊക്കെ സംഭവിക്കണ്ടേ? പക്ഷേ മോദി സർക്കാർ ഒരുപാട് ഔദാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ലേ രാഹുൽ ഗാന്ധിക്കെതിരെ? കാരണം ഇരട്ട പൗരത്വം അടക്കം ആരോപണം ഉണ്ടായിട്ടോ അതിൻ്റെ അകത്ത് കൃത്യമായ നടപടികളുണ്ടെങ്കിൽ ഈ അഹങ്കാരമൊന്നും കാണിക്കില്ലല്ലോ. അല്ല, അത് ഇരട്ട പൗരത്വം ഒരാൾക്കെതിരെ വന്നിട്ടുള്ള അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിയിലാണ് അതിൻ്റെ സംഭവിക്കുന്നത്. അതിന് നമുക്ക് ജനാധിപത്യ സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? നിയമവാഴ്ചയാണ്. നിയമവാഴ്ച വരുമ്പോൾ നിയമത്തിൻ്റെ നടപടിക്രമങ്ങളും നൂലാമാലകളും ഒക്കെ പരിപാലിച്ചേ പറ്റൂ. അതെ.
ഇപ്പോൾ ഒരു ഉദാഹരണം എടുത്ത് നോക്കുക. നമ്മുടെ നാട്ടിലുണ്ടായാണ് എന്താണ് ആ ഒരു സിനിമാ നടിയെ അവമാനിക്കപ്പെട്ട സംഭവം. എത്ര കാലമായി കേസ് നടക്കാൻ തുടങ്ങിയിട്ട്? കാരണം ഓരോ സന്ദർഭത്തിലും അതിന് ഒബ്ജക്ഷൻ ട്രയൽ കോടതിയിൽ വരുന്നു, ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വരുന്നു, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വരുന്നു, സുപ്രീം കോടതി പോകുന്നു, തിരിച്ചു വരുന്നു. തുടങ്ങുന്ന സമയത്ത് വേറൊരു ഹർജി വരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് നമ്മുടെ നിയമ സംവിധാനത്തിലെ ഒരു പഴുതാണ്. ആ പഴുതുപയോഗിച്ചതിന് സമയം ഇങ്ങനെ നീട്ടി കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഒരു സമ്പ്രദായം, അങ്ങനെ ഒരു പ്രശ്നം ജനാധിപത്യത്തിലുണ്ട്. അതിപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി തന്നെ അത് നിൽക്കുന്നതാണ്. ഇത് ജനാധിപത്യത്തിൻ്റെ ഇനി ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി തന്നെ നിന്നതുകൊണ്ടാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയും കുടുംബാംഗമൊക്കെ ജീവിച്ചിരുന്നത്. അതെ, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം. കാരണം ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ പിൻവലിച്ച് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും അതേ ജനാധിപത്യം കൊണ്ടാണ് അവരെ ജനം തോൽപ്പിച്ചതും. അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശിലെ മുജീബുർ റഹ്മാൻ്റെയും ഹസീനയുടെയൊക്കെ ഒരു അവസ്ഥയിൽ എത്തേണ്ടതാണ്. പക്ഷേ നമുക്കൊരു വളരെ ഉറച്ച ഒരു ജനാധിപത്യ സംവിധാനമുണ്ട്. ആ ജനാധിപത്യത്തിൻ്റെ മാർഗത്തിലൂടെ മാത്രമേ ഇദ്ദേഹത്തെയും നമുക്ക് നിലക്ക് നിർത്താൻ കഴിയൂ എന്നുള്ളതാണ് വസ്തുത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.